വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖിലോമിസ് ആണ്. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ എല്ലാവരും അത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ചില ആളുകളൊക്കെ ഇപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ 1 by 1 ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു സിലബസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലെ, എന്താണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇനി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കോൺസെപ്റ്റ്, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ടഫാണോ ഈസി ആണോ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരെ. എക്സാമിന് പ്രശ്നമാവോ, ഇതൊരു പ്രശ്നക്കാരനാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കെമിസ്ട്രിയിൽ വരുന്ന നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ അത്രയ്ക്ക് സിമ്പിൾ ആക്കി നിങ്ങളോട് പറയുന്നില്ല. ബിക്കോസ് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. അതിനപ്പുറത്തേക്ക് ഹയർ ക്ലാസ്സിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബിഗ് ചാപ്റ്റർ ആണ് നാച്ചർ ഓഫ് മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രോ തരുന്ന സമയത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നല്ലേ. നിങ്ങൾ നോക്കിയേ, നാച്ചർ ഓഫ് മാറ്റർ. കാര്യം മാറ്ററിനെ പറ്റിയായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത്. അവിടെ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗാഷ്യസ് സ്റ്റേറ്റിനെ പറ്റി, അതിന്റെ ഇന്റർ കൺവേർഷൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അല്ലെ, നമ്മൾ പറയില്ലേ ഡീപ്പ് ഇൻസൈഡ് അല്ലെ, കുറച്ചും കൂടെ നമ്മൾ എന്താക്കാൻ പോവാണ്, ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. അതായത് ഈ മാറ്ററിന്റെ ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ, അവിടെ എന്തൊക്കെ വരുന്നുണ്ട് എന്നറിയോ, എലമെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇടാം, എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇവരൊക്കെ എലമെന്റ്സ് ആണ്. ഈ എലമെന്റ്സിനെ പറ്റി പീരിയോഡിക് ടേബിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പീരിയോഡിക് ടേബിളിന്റെ അകത്തുള്ള എലമെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇവർ ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സ്. അപ്പൊ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ മിസ് എന്താണ് കോമ്പൗണ്ട്സ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് മിസ് പറയുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ H2O എന്നറിയപ്പെടുന്ന നമ്മുടെ വാട്ടർ എന്താണ്, ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ആ കോമ്പൗണ്ട്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദ മിക്സ്ചേഴ്സ് എന്താണ് മിക്സ്ചേഴ്സ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ അല്ലെ, ഇതിന്റെ ഒരു സം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡയഗ്രത്തിൽ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് പോയിന്റിൽ നിന്നാണ്, മാറ്ററിൽ നിന്നാണ്. ആ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. പക്ഷെ അത് ഒരു സ്റ്റെപ്പിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ നോക്കിയേ, ഈ മാറ്ററിന് തന്നെ ഞാൻ ഇവിടെ രണ്ടായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, മിക്സ്ചർ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. പക്ഷെ ഞാനത് അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. എഗെയിൻ താഴെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്യുവർ സബ്സ്റ്റൻസിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും രണ്ടാക്കി മാറ്റി കളഞ്ഞു അല്ലെ. ഇതേപോലെ മിക്സ്ചറിനെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഒരു ഒറ്റ ഒരു എന്താണ് എക്സ്പ്ലനേഷനിൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒതുക്കാൻ പറ്റില്ല. വളരെ ഡീപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനായിരുന്നു നമ്മൾ മാറ്റർ എന്ന് പറയുന്നുണ്ടായിരുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, നമ്മൾ ഓർക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാത്തിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഞാനും നിങ്ങളും ഒക്കെ എന്താണ്, ഈ പിക്ചറിൽ കാണുന്നില്ലേ നിങ്ങൾ, എല്ലാം നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവാം, ലിവിങ് തിങ്സ് ഉണ്ടാവാം. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എവറിത്തിങ് അറൗണ്ട് us is മാറ്റർ എന്ന് പറയാം. പക്ഷേ അല്ലെ, there's a but, അവിടെ എന്തുണ്ട്, ഒരു ക്രൈറ്റീരിയ നമ്മൾ ഓർക്കണം. എന്താണ് ക്രൈറ്റീരിയ? യെസ്, മാറ്ററിന്റെ ഡെഫിനിഷൻ തന്നെ അല്ലെ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ്. മാസ് ഉള്ളതും അതുപോലെ തന്നെ ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതും, അതാണ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കുള്ളൂ, മാറ്റർ എന്ന് നമ്മൾ വിളിക്കുള്ളൂ. അപ്പൊ ഈ മാറ്ററിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടിട്ടുള്ളതെല്ലാം അല്ലെ. എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഫുഡ്, ക്ലോത്ത്സ് അല്ലെ, നമ്മൾ എല്ലാവരും അല്ലെ, ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, മാറ്റർ ആണ്. കാര്യം ഇതിനൊക്കെ എന്തുണ്ട്, മാസ് ഉണ്ട് ആൻഡ് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട്. അപ്പൊ ഈ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം, മാറ്ററിനെ നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലെ, എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഈ മാറ്റർ ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വീണ്ടും ഒരാളായി, എന്താണ് ആറ്റം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട്
നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് എന്റെ മക്കൾ ആലോചിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോന്നിനെയും നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ആൾക്കാരൊന്നും എന്തല്ലാടാ, മോസ്റ്റ് ഓഫ് ദ തിങ്സ് അറൌണ്ട് us are not made of just one substance. അങ്ങനെ ഓരോ സബ്സ്റ്റൻസ് കൊണ്ട് ഒന്നും അല്ല നമ്മുടെ ചുറ്റുമുള്ള മിക്കവാറും സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും കാണുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. rather than they are made up of 2 or more substances mixed together. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ മിക്കവാറും ആളുകളൊക്കെ ആരാന്നാ പറയുന്നത്, they are mixtures. അവരെല്ലാം എന്താണ്, എല്ലാവരും എന്നല്ല, എന്നാലും മെജോറിറ്റിയും ഒക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്, മിക്സ്ചേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് മിക്സ്ചേഴ്സ്, വാട്ട് യു മീൻ ബൈ മിക്സ്ചർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത, നമ്മളെല്ലാവരും ഒരു ബ്ലാക്ക് ടീയുടെ കൂടെ ഒരു മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ കൊറിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മിക്സ്ചർ ആണ് അല്ലെ. കാര്യം ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നട്ട്സ് കാണാം, ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റിക്സ് കാണാം, കറി ലീവ്സ് കാണാം അല്ലെ, ചില്ലീസ് കാണാം, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേക്ക്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മിക്സ്ചർ എന്ന് വിളിക്കുന്നത് അല്ലെ. when 2 or more substances are mixed where each substance retains its properties it is called a mixture. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഈ ചാപ്റ്ററിൽ ഒരു ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, when 2 or more substances are mixed where each substances retain its property it is called a mixture. അതിനെയാണ് നമ്മൾ ഒരു മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മിക്സറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ കമ്പോണൻസ് ഉണ്ട് അല്ലെ. ആ കമ്പോണൻസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇവര് തമ്മിൽ അങ്ങനെ കെമിക്കലി റിയാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല, ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് മിക്സ്ചർ. ഈ മിക്സ്ചറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഈ ഒരു ഡയഗ്രാം കാണിച്ചു തന്നില്ലേ. ഗെയിൻ ഇതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കണ്ടോ നിങ്ങൾ കണ്ടോ. മിക്സ്ചറിന് യൂണിഫോം മിക്സ്ചേഴ്സ് ഉണ്ട്, നോൺ യൂണിഫോം മിക്സ്ചേഴ്സ് ഉണ്ട്. ഇവിടെ തന്നെ പ്യൂർ സബ്സ്റ്റൻസ്, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ലെ. അതൊക്കെ വലിയ ഏരിയ ആണ്. അപ്പൊ എന്റെ മക്കളോട് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ പിക്ചർ കണ്ടാൽ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ പറഞ്ഞ മിക്സ്ചറിന്റെ കാറ്റഗറി ആണെന്നല്ലേ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ രണ്ട് പിക്ചറും കണ്ടിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് പിക്ചറും യൂണിഫോം ആണെന്നാണ്, ഇത് രണ്ടും ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണല്ലേ. ഒന്ന് മിക്സ്ചർ തന്നെ ആണെങ്കിലും ഒന്നൊരു സലാഡൊക്കെ പോലെയുള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇത് ഒരു നോൺ യൂണിഫോം മിക്സ്ചർ ആണെന്നാണോ, അതല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിഫോം മിക്സ്ചർ, രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞല്ലോ, യൂണിഫോം മിക്സ്ചറും ഉണ്ട് നോൺ യൂണിഫോം മിക്സ്ചറും ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഒന്ന് ഗസ് ചെയ്യുക. നിങ്ങളുടെ ഗസ് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ മക്കളെ കമന്റ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടെന്നും അതിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നും മാത്രമേ മിസ് ഇവിടെ കൺവേ ചെയ്തുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ യോധ ബാച്ചിലാണ്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് നമ്മുടെ മൺസൂൺ ഓഫർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇത് എൻഡ് ആവും. അപ്പൊ മാക്സിമം പറ്റാവുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് 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 കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ നിറഞ്ഞ ചാപ്റ്റർ ആണ്. അത് അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ബാച്ചിൽ സെറ്റാക്കി പഠിക്കണം. ഇവിടെ മിസ് ഒരു ഇൻട്രോ മാത്രമാണ് നിങ്ങൾക്ക് തന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പം ചോദിച്ച കാര്യം മറക്കണ്ട, ആ പിക്ചറിലുള്ളത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.